ഈ വടക്കുന്നാഥൻ എന്ന് പറയുന്നത് AKG സെന്ററിൽ പ്രതിഷ്ഠയുള്ള മൂർത്തിയല്ല. അഞ്ജു പാർവതി പ്രവീഷ് മാധ്യമപ്രവർത്തക അതിശക്തമായി ഇരട്ടച്ചങ്കരയൻ ടീമിനെ വലിച്ചു കയറിയിരിക്കുകയാണ്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണെങ്കും. ഇതിനിടയിലാണ് അഞ്ജു പാർവതി പ്രവീഷിന്റെ കുറിപ്പും ചർച്ചയാകുന്നത്. തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് ലേശം വൈകിയെങ്കിലും രാത്രി മുതൽ സോഷ്യൽ മീഡിയയിൽ പൊട്ടിത്തെറിക്കുന്ന കുരുക്കഥനകൾക്ക് കൈയും കണക്കുമില്ല. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് നടക്കുന്ന മതേതര പൂരത്തിലപ്പാടെ ഹിന്ദു ഫാസിസം പൂത്തുവിടർന്നു അത്രേ. 200 കൊല്ലം മുൻപ് കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ തുടങ്ങിവെച്ച തൃശൂർ പൂരം 100ക്ക് 100 ഹൈന്ദവ മാത്രമാണ്. അവിടെയാണ് കുടമാറ്റം ചടങ്ങിനിടെ മെസ്സിയും മറ്റും കടന്നു വന്നത്. എന്നിട്ട് അത് കണ്ടിട്ട് ഇവിടുത്തെ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് പോലും ഹാലിളകിയിട്ടില്ല. അതൊക്കെയും ഉത്സവാന്തരീക്ഷത്തിൽ എന്നുമുള്ള പോസിറ്റീവ് വൈബായി കാണുവാൻ സനാതന ധർമ്മികൾക്ക് കഴിയും. അതാണ് അവർ കാലങ്ങളായി ശീലിച്ചു പോകുന്നതും. എന്നിട്ടും ഇക്കുറി 100% ഹൈന്ദവമായ പൂരാഘോഷത്തിനിടെ രാംലല്ലയെയും അയോധ്യ ക്ഷേത്രത്തെയും കാണിച്ചപ്പോൾ പലർക്കും കുരു അമിട്ടുപോലെ പൊട്ടിത്തെറിച്ചു. പൂരത്തിന്റെ മുഖ്യ പങ്കാളിത്തം തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങൾക്കാണ്, അല്ലാതെ മതേതര ഇടങ്ങളിൽ ഒന്നും തന്നെയല്ല. തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ ഭഗവതിമാരാണ് തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നതായി സങ്കല്പിക്കപ്പെടുന്നത്, അല്ലാതെ ചെകുവോ മാക്സോ ഒന്നുമല്ല. തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠകളിൽ ഒന്നായ ബാലികാഭാവത്തിലുള്ള ബാലഭദ്രകാളിയാണ് പൂരത്തിന് പങ്കെടുക്കുന്ന ഒരു ഭഗവതി. പൂരത്തിന്റെ പ്രധാന ചടങ്ങുകളായ ഇലഞ്ഞിത്തറ മേളം, തെക്കോട്ടിറക്കം, കുടമാറ്റം തുടങ്ങിയവയൊക്കെ വടക്കുന്നാഥന്റെ ക്ഷേത്ര പരിസരത്ത് തന്നെയാണ് അരങ്ങേറുന്നത്. ഈ വടക്കുന്നാഥൻ എന്ന് പറയുന്നത് AKG സെന്ററിൽ പ്രതിഷ്ഠയുള്ള മൂർത്തിയല്ല. രാവിലെ 6:30 വടക്കുന്നാഥന്റെ മുന്നിലെത്തി വണങ്ങുന്ന കണിമംഗലം ശാസ്താവാണ് പൂരത്തിൽ പങ്കെടുക്കാൻ ആദ്യമെത്തുന്ന ചെറുപൂരം. പിന്നെ ഒന്നൊന്നായി മറ്റു ചെറുപൂരങ്ങൾ എത്തിത്തുടങ്ങും. കാരമുക്ക് ഭഗവതി, ചൂരക്കോട്ടുകാവ് ഭഗവതി, നെയ്തലക്കാവ് ഭഗവതി, ലാലൂർ ഭഗവതി, പനക്കേമ്പിള്ളി ശാസ്താവ്, അയ്യന്തോൾ കാർത്തിയായനി ഭഗവതി, ചെമ്പൂക്കാവ് ഭഗവതി എന്നീ 8 ക്ഷേത്രങ്ങളിലെ ദേവീ ദേവന്മാരാണ് ചെറുപൂരം അവതരിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ആചാരാനുഷ്ഠാനങ്ങളുള്ള തൃശൂർ പൂരം എങ്ങനെയാണ് മതേതരമാവുന്നത്? അപ്പോൾ 100% ഹൈന്ദവമായിട്ടുള്ള തൃശൂർ പൂരത്തിലെ പ്രധാന ചടങ്ങുകളിൽ ഒന്നായ കുടമാറ്റത്തിൽ ഹൈന്ദവ ദേവീ ദേവന്മാരെ കാണിക്കുമ്പോൾ ആർക്കൊക്കെ കുരു പൊട്ടുന്നുവോ അവരെയാണ് പൊതുസമൂഹം ശ്രദ്ധിക്കേണ്ടത്. അവരെയാണ് നമ്മൾ കരുതിയിരിക്കേണ്ടത്. 100% ഹൈന്ദവമായിരുന്ന ഒരു ക്ഷേത്ര ഉത്സവത്തിനിടയ്ക്ക് അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം മെസ്സിയെ കാണിച്ചപ്പോൾ ആഹാ എന്ന് വിളിച്ചവർക്ക് ഭാരതദേശത്തിന്റെ മൂർത്തിമത് ഭാവമായി വിളങ്ങുന്ന ശ്രീരാമന്റെ ബാലരൂപമായ രാംലല്ലയെ കാണുമ്പോൾ ഓഹോ എന്നാണെങ്കിൽ ട്രീറ്റ്മെന്റ് വേണ്ടത് അവരുടെ അപക്വമായ അപകടകരമായ മാനസികാവസ്ഥയ്ക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഞ്ജുവിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. ഏതായാലും തൃശൂർ പൂരം കുടമാറ്റത്തിൽ രാംലല്ലയും അയോധ്യ രാമക്ഷേത്രവും ഭാഗമായതിൽ യാതൊരു അജണ്ടയുമില്ല എന്ന നിലപാടിൽ തന്നെയാണ് ദേവസ്വങ്ങൾ. ഹിന്ദുത്വത്തെ ഒളിച്ചുകടത്തലാണ് കുടമാറ്റത്തിൽ കണ്ടതെന്നായിരുന്നു വിമർശനങ്ങൾ. എന്നാൽ വിഷയത്തിൽ കരുതലോടെയാണ് രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങൾ. രാംലല്ലയും രാമക്ഷേത്രവും പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗക്കാർ കുടമാറ്റത്തിൽ അവതരിപ്പിച്ചപ്പോൾ പൂരപ്പറമ്പിൽ ജനം ആർത്തു വിളിച്ചെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ അതായിരുന്നില്ല സ്ഥിതി. ഹിന്ദുത്വത്തെ ഒളിച്ചുകടത്തലാണ് കുടമാറ്റത്തിൽ കണ്ടതെന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ വിമർശനങ്ങൾ. കവി PN ഗോപികൃഷ്ണൻ അടക്കമുള്ളവർ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. സംഗതി വിവാദമായെങ്കിലും വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിനില്ല എന്ന നിലപാടിലാണ് ദേവസ്വങ്ങൾ. ശ്രീരാമൻ ദൈവമാണെന്നും കുടമാറ്റത്തിൽ കണ്ടതിൽ അജണ്ടയോ ഒളിച്ചുകടത്തലോ ഇല്ലെന്നുമാണ് ദേവസ്വങ്ങളുടെ നിലപാട്. രാംലല്ലയും രാമക്ഷേത്രവും കുടമാറ്റത്തിൽ ഉയർത്തിയതിനാലാണ് രാത്രിയിൽ പോലീസിന്റെ അനാവശ്യ ഇടപെടൽ ഉണ്ടായതെന്ന ആരോപണങ്ങളും പലയിടത്തു നിന്നും ഉയർന്നിരുന്നു. എന്നാൽ വിവിധ രാഷ്ട്രീയ നേതാക്കൾ കരുതലോടെയുള്ള പ്രതികരണമാണ് ഇക്കാര്യത്തിൽ നടത്തിയത്. തൃശൂരിനെ അറിയുന്ന ആരും അത്തരത്തിൽ ആരോപണം ഉന്നയിക്കില്ലെന്നായിരുന്നു മന്ത്രി രാജന്റെ പ്രതികരണം. രാമക്ഷേത്രം കുടമാറ്റത്തിൽ ഉയർന്നതിൽ പലർക്കും നീരസം ഉണ്ടായി കാണുമെന്നും എന്നാൽ അതിന്റെ പ്രതികാരമാണ് പോലീസ് ഇടപെടലെന്ന് തങ്ങൾ ആരോപിക്കില്ല എന്നാണ് BJP നേതാവ് B ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കിയത്. കഴിഞ്ഞ വർഷത്തെ കുടമാറ്റത്തിൽ ലോകകപ്പ് ഉയർത്തി നിൽക്കുന്ന മെസ്സിയെ തിരുവമ്പാടി അവതരിപ്പിച്ചതിലും ചിലർ വിമർശനവുമായി എത്തിയിരുന്നു. അന്നും കൂടുതൽ പ്രതികരണത്തിന് ദേവസ്വങ്ങൾ തയ്യാറായിരുന്നില്ല. ഇക്കുറി രാമക്ഷേത്രത്തിനും രാംലല്ലയ്ക്കും പുറമെ ചന്ദ്രയാൻ പദ്ധതിയും കുടമാറ്റത്തിന്റെ ഭാഗമായിരുന്നു. ഏതായാലും തൃശൂർ പൂരം വെടിക്കെട്ട് സിറ്റി പോലീസ് കമ്മീഷണറുമായുള്ള തർക്കം കാരണം വൈകിയതൊക്കെ വലിയ ചർച്ചയായി മാറിയിരുന്നു. മാത്രവുമല്ല, പോലീസ് നിയന്ത്രണം അതിര് വിട്ടുവെന്നും തൃശൂർ പൂരം അലങ്കോലമായെന്നും വെടിക്കെട്ട് നടന്നത് പകൽ വെളിച്ചത്തിലാണെന്നും നഗരം കൊട്ടിയടച്ചുവെന്നും തിരുവമ്പാടിയുടെ രാത്രി പൂരത്തിന്റെ മഠത്തിൽ വരവ് ചടങ്ങ് മുടങ്ങിയതടക്കമുള്ള വാർത്തകൾ ചർച്ചയാക്കിക്കൊണ്ട് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. മാത്രവുമല്ല, സംസ്ഥാനവും കേന്ദ്രവും ചേർന്ന് പൂരം കുളമാക്കിയെന്നുള്ള അഭിപ്രായം പറഞ്ഞു വന്നവരും ചർച്ചയായി. പൂരം കുളമാക്കിയെന്ന് മുരളീധരൻ പറഞ്ഞപ്പോൾ വോട്ട് നേടാനുള്ള തിരക്കഥയെന്ന് സുരേഷ് ഗോപിയും പറഞ്ഞു.